കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന ഒരു സർവകലാശാല കീഴടക്കിയിരിക്കുന്ന ചരിത്രം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന അഭിമാന നിമിഷത്തിലാണ് ഞങ്ങളുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. ആ കാലിക്കറ്റ് സർവകലാശാലയിലെ മഹാഭൂരിപക്ഷ വിദ്യാർത്ഥികളും മൃഗീയ ഭൂരിപക്ഷത്തിന് എംഎസ്എഫിനെയും കെഎസ്യുവിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ഈ ഗവൺമെന്റിനെതിരെ വിദ്യാർത്ഥികൾ വിധി എഴുതാൻ തയ്യാറായിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഈ വിജയത്തിൽ അഭിമന്യരായ ഞങ്ങളുടെ സഹപ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത എസ്എഫ്ഐയുടെ ഗുണ്ടാപ്പടയിൽ നിന്ന് അവരുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചൊലിച്ച് അവിടെ പോരാടി പരിക്കുപറ്റി നിരന്തരം അധ്വാനം നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എംഎസ്എഫിന്റെയും കെഎസ്യുവിന്റെയും സഹപ്രവർത്തകർ യുയുസിമാർ എല്ലാ ത്യാഗവും സഹിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വന്നത്. ഇന്നലെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളുടെ യുയുസിമാരെ തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. 3 സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ യുയുസിമാർ അതിക്രൂരമായ മർദ്ദനമേറ്റ് എംഎസ്എഫിന്റെയും കെഎസ്യുവിന്റെയും യുയുസിമാർ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് രാത്രി അഡ്മിറ്റായി. ആ വേദന സഹിച്ചും ഈ സർക്കാരിന്റെ ദ്രോഹങ്ങൾക്കെതിരെ ഈ എസ്എഫ്ഐക്കെതിരെ വിധി എഴുതാൻ വേദനകൾ സഹിച്ച് അവർ ഇന്ന് വന്നു ചെയ്ത വോട്ടിന്റെ ഫലമാണ് ഈ മൃഗീയമായ ഭൂരിപക്ഷത്തിലെ ഞങ്ങളുടെ വിജയം എന്ന അഭിമാനത്തോടു കൂടി പറയുകയാണ്. പ്രിയപ്പെട്ട യുഎസ്മാരെ, വിദ്യാർത്ഥികളെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അഭിമന്യരായ യുഡിഎഫിന്റെ നേതാക്കന്മാർ, പ്രിയങ്കരനായ സയ്യിദ് സാദിഖ് അലി ശാബ്ദങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട വി ഡി സതീശൻ, പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബും ഷാഫി പറമ്പിൽ എംഎൽഎയും ഉൾപ്പെടെ അവർ ഒരുമിച്ചിരുന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു മെയ്യായി നിൽക്കുക. ഞങ്ങൾ ഒരുമിച്ച് നിന്നു. ചരിത്രം പിറന്നിരിക്കുന്നു, കുത്തക തകർത്തിരിക്കുന്നു. ഞങ്ങൾ ഉറപ്പിച്ചു പറയട്ടെ, ഇതൊരു ചൈത്രയാത്രയുടെ തുടക്കമാണ്. ഐക്യജനാധിപത്യ വിദ്യാർത്ഥി മുന്നണി, പ്രിയപ്പെട്ട അലോഷിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട നജാബും പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ഈ പോരാട്ടം തുടരുകയാണ്. ഇത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് താഴെ ഇറക്കുന്ന പോരാട്ടത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല.